ഞാൻ പോവാ. എന്താടാ അവിടെ ആളെ അല്ല പേടിപ്പിക്കാൻ ഇത് വയ്യല്ലേ, ഇത് വയ്യ ആൾക്കാർക്ക് നടക്കാനുള്ള വയ്യല്ലേ. പൊന്തന്നല്ലേ, ഞാൻ പെട്ടെന്ന് ഇപ്പൊ എന്നെ കണ്ടപ്പോ നെട്ടി. എന്തപ്പോ വല കയറ്റി പോണ്? മീനുണ്ടടാ അവിടെ നിറച്ചുണ്ട്. എവിടെ? ആ പുല്ലുള്ള സ്ഥലത്ത് നിറച്ച് മീനുണ്ട്. അപ്പൊ മൂത്താപ്പ വരൂന്ന് പറഞ്ഞു. മൂത്താപ്പ വരും പറയണ? മൂത്താപ്പ വിളിച്ചിങ്ങനെ. മൂത്താപ്പാക്ക് നേരിമീന് ഭയങ്കര ഇഷ്ടാത്ര. അപ്പൊ ഉമ്മ അറിയാം നേരിമീന് ഭയങ്കര ഇഷ്ടം, ഭയങ്കര നീറിനും കൂടുതലാണ്. മൂത്താപ്പാക്ക് ഭയങ്കര നീറില് കൂടുതലാത്ര. അപ്പൊ മൂത്താപ്പാക്ക് വേണ്ടിട്ട് മീൻ പിടിക്കാൻ പോവാണ്. മൂത്താപ്പ എന്നോട് പറഞ്ഞിരുന്നു പോവാൻ വിളിച്ചതിന് ഉമ്മാക്ക്. അപ്പൊ കുഞ്ഞാപ്പൂന് കൊടുക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞു മൂത്താപ്പാന്റെ കുട്ടി ഒരു കാര്യം ചെയ്യ്, മൂത്താപ്പ എന്താണ് വരുമ്പോ നീലിമീൻ തരണോ, അപ്പൊ മൂത്താപ്പ കജ്ജില് കായ് തരണ്ട്, കുട്ടി ഉമ്മാനോടൊന്നും പറയണ്ട, 10 ഉറുപ്പ്യ തരണ്ടിച്ച് മൂത്താപ്പാക്ക് കൊറേ നീലിമീന് പിടിച്ചു കൊടുക്കുന്നു. അപ്പഴല്ലേ ഷൈനി ചേച്ചി അറിയാ എനിക്കും മീൻ തരങ്ങട്ടാ പിടിച്ചാല് കുഞ്ഞാപ്പോ തരങ്ങട്ടാന്ന്. അപ്പൊ ആശയാത്ത അറിയാ ഷൈനിക്ക് മാത്രം കൊടുത്താൻ പറയാ എനിക്കും ആണോന്ന്. അത് ഞാൻ മൂത്താപ്പാണ്. മൂത്താപ്പ പറഞ്ഞ രണ്ടും പഠിച്ച കള്ളത്തികളാണ്. ഒരു രണ്ടാളിപ്പൊ അങ്ങനെ തിന്നണ്ട. മൂത്താപ്പ തിന്നതിന്റെ ദിവസം ഈ ഷൈനി ആസിയും തിന്നാ മതി. കുഞ്ഞാപ്പോ ഒരെണ്ണെ പറ്റിക്കൂട്ടാ, എനിക്ക് 10 ഉറുപ്പ്യ തരാൻ തരൂല, ഒരു 5 ഉറുപ്പ്യ തരുള്ളൂ. അപ്പൊ ഇജ്ജ് 10 ഉറുപ്പ്യ മൂത്താപ്പ തരണ്ട്, പിന്നെ ഒരു 10 ഉറുപ്പ്യം തരണ്ട്. മൂത്താപ്പാന്റെ കുട്ടി അരച്ച് മീൻ പിടിച്ചോണ്ട് ഇറങ്ങി. മൂത്താപ്പ പറ്റിക്കുന്നെ? മൂത്താപ്പ പറ്റിക്കൊന്നു എന്റെ മൂത്താപ്പ. എന്താടാ ഇങ്ങനെ? മൂത്താപ്പ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ ആളല്ലേ? മൂത്താപ്പ ആരും കുറ്റം പറയുന്നില്ല. മൂത്താപ്പ പാവാണ്. മൂത്തമ്മ പാവാണ്. മൂത്തമ്മ നാളെ പോയപ്പോ മുട്ടായി തന്ന് മൂത്തമ്മ അടന്ന്. ഞാൻ 2 ദിവസം നിക്കാൻ പോയി. മൂത്തമ്മ പറഞ്ഞു ഞാപ്പോ ഇവിടെ നിന്നോ പറഞ്ഞു. അപ്പൊ മൂത്താപ്പ പറഞ്ഞു കുഞ്ഞാപ്പോ ഇവിടെ നിന്നോ, അവിടെ ഭയങ്കര കൊതുവാണ്, വല്ലാത്ത കൊതുവാണ്. കുഞ്ഞാപ്പോ മൂത്താപ്പാക്ക് ഉറക്കാൻ കിട്ടില്ലേ, കൊതു അടിച്ചിട്ട് നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും തണർത്ത് കൊടുക്കും. മൂത്താപ്പാന്റെ കുട്ടി എന്താ ചെയ്യണു ചോദിച്ചു. അപ്പൊ മൂത്താപ്പ സത്യം പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ പറയും മൂത്താപ്പ എന്നാ ഞാൻ 2 ദിവസം നിക്കണില്ല, ഇന്ന് വൈകുന്നേരം ഞാൻ പോയിക്കോണ്ട്. അപ്പൊ പറഞ്ഞു മൂത്താപ്പാന്റെ കുട്ടിയോട് നിക്കാൻ ഇഷ്ടാണ്. അപ്പൊ മൂത്ത പറയും എന്താ നിങ്ങള് വർത്താനം പറഞ്ഞു, ഓ നിന്നോട്ടെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു കണ്ടില്ല എന്റെ മൂത്തമ്മക്ക് സ്നേഹമില്ല, എന്റെ കൊതുകടിച്ച് കൊന്നോട്ടെ മൂത്തമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മൂത്തമ്മക്ക് സ്നേഹം ഇല്ലായിട്ടൊന്നല്ല, മൂത്തമ്മ 2 ദിവസം നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് ചായയും തോക്കെ തരാനല്ലേ മൂത്താപ്പ. പിന്നെ കൊതു കടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്കാണെങ്കിൽ കൊതു കടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അലർജി വരികയെ. ഇങ്ങനൊക്കെ അലർജി എന്ന് പറയുമ്പോ അറിയാം അലർജിയാന്ന് പറഞ്ഞു. ഉണ്ടാവുകാരില്ല വരിക. ഞാൻ കൊതുക് വന്നിട്ടില്ലട്ടാ, ഈ രാത്രിയൊക്കെയാണ് വരിക. അപ്പോഴാണ് മൂത്താപ്പ പറഞ്ഞു മൂത്താപ്പാനെ കുട്ടി പോയിക്കോളി പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നോട് പറയാൻ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ ഇപ്പൊ വെച്ച് പറയാന് മൂത്താപ്പാക്ക് ഞാൻ നീരിമീൻ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ നാള് ഇവരോട് നബിസാത്താടെ മീൻ നന്നാക്കി കൊടുത്തിട്ട് പറഞ്ഞില്ലേ. ഇമ്മ പറഞ്ഞു നബിസാത്ത ആ ചെക്കനെ പറ്റിച്ച് കൂടി കൊടുത്തില്ലാർന്ന് മൂത്തുമാനോട്. അപ്പോഴാണ് മൂത്താപ്പാണ്ട് പറഞ്ഞു നിങ്ങൾ അറിയില്ലേ കുഞ്ഞാപ്പൂനെ പറ്റിച്ച്. അത് കേട്ടപ്പോ മൂത്താപ്പ പറഞ്ഞത് മീന് പിടിക്കാന്. ഞാൻ കണ്ട് പോവാടാ. എവിടെ കിട്ടുവോ? അവിടെ പുല്ലുള്ള സ്ഥലല്ലേ, അതിന്റെ അപ്പുറത്തുണ്ട് പുല്ലിയാട്ട സ്ഥലം. അവിടെ വെള്ളം പറ്റിട്ട് ഉണങ്ങിയല്ലോ കുഞ്ഞാപ്പൂ. 4 ദിവസം വെള്ളം പറ്റി ഉണങ്ങിയില്ലേ. ഇപ്പം 2 ദിവസം മുന്നേ മഴ ചെയ്ത് അപ്പൊ വെള്ളം അയക്കുന്നു. അതിന് മീനുണ്ടാ? അപ്പൊ മീനുണ്ടാവും. മീന്റെ പെര അതല്ലേടക്കാ, ഈ വള്ളത്തിലാണ് മീന്റെ പെര. അപ്പൊ ഇമ്മ പറയും മീന് വള്ളത്തിലല്ല നിക്കുക, ഞാൻ നിക്കണത് ഇട്ടാ ആകെ പോട്ടെ. ഉമ്മല്ലടാ? ഉമ്മ ഉണ്ടാകും. പിന്നെ എടുക്കാ പോകാൻ നേരില്ല. നിക്കോടെ കുഞ്ഞാപ്പോ എന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കാണണം. ഇങ്ങനെ വണ്ടിയാലോ ഇതിപ്പോ കൊണ്ടുപോയിട്ടാണ് പൈസ പഠിക്കാനും മൂത്താപ്പാനത്. ഈ നേരം മോന്തിനെങ്കിലും മീന് പൊളിക്കും, ഉറങ്ങാൻ പോവൂലേ. ഇനിയും സമയമുണ്ട് കുഞ്ഞാപ്പോ, മീന് ഉറങ്ങാനൊന്നും ആയിട്ടില്ല. ഉറങ്ങാൻ അയക്കണ് അല്ല ഉമ്മ എന്താ എന്താണ് അവിടെ വെച്ചേക്കണ്? എവിടെ? അത് കണ്ണൻ തിളക്കല്ല, ഞാൻ കണ്ണൻ തിളക്ക വിചാരിച്ചു. വണ്ടി പോവല്ലേ കുഞ്ഞാപ്പോ? വണ്ടി അല്ലടാ അവിടെ പാടത്താണ്. പാടത്താണ്. അവിടെ കുറെ പോത്തിനെ കെട്ടിട്ടുണ്ട്, അത് ഒച്ചപ്പെടുത്താവോ? പോത്ത് കടിക്കൂടാ നമ്മളെ. പോത്തിന്റെ അടുത്ത് കൂടെ പോണ്ട, ഇപ്പം കടിച്ചിട്ടില്ല. ഞാനേ എന്താ തിന്നത്?
തിന്ന് ചോറും ചായം കുടിച്ച്. ഇജ്ജ് കുഞ്ഞപ്പ ഇപ്പൊ ഇഷ്ടായിക്കണ ഇജ്ജ് മീൻ പിടിക്കാനൊന്നും വേണ്ട വരെ പോയിക്കോ. എടാ സൂത്ര ഇതൊക്കെ ഉമ്മ പറഞ്ഞിങ്ങനെ. അല്ല ഇമ്മ പറഞ്ഞ സത്യായിട്ടാ. ഇജ് ഇങ്ങനെയൊക്കെ പറയും മീന് പിടിക്കാമ്പോ എന്നെ കൂട്ടണ്ടെന്ന് അറിയുന്നു ഉമ്മ. ഇജ് ഇങ്ങനെയൊക്കെ പറയും മീനില്ലാടാ കുഞ്ഞാപ്പോ വരെ പോയിക്കോന്ന്. അതേമാതിരി ഇജ് പറഞ്ഞില്ലേ. എന്നാ ഇജ്ജ് എന്റെ ഇഷ്ടം പോലെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇജ്ജ് എപ്പഴാ വരിക? ഞാൻ മീൻ പിടിച്ച് തോനെ മീനായിട്ട് വരും. എന്നാ പോയിക്കോ. എന്നായിക്കോട്ടെ.